ഗൾഫ് ന്യൂസിലേക്ക് വിശദമായി. മദീനയിലെ പ്രവാചകന്റെ പള്ളി കൂടുതൽ വിപുലീകരിക്കാൻ സൌദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് ഉത്തരവിട്ടു. വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ 16 ലക്ഷം പേർക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. 16 ലക്ഷം വിശ്വാസികളെ ഉൾക്കൊള്ളും വിധം മദീനയിലെ മസ്ജിദ് നബവി എന്ന പ്രവാചകന്റെ പള്ളി വിപുലീകരിക്കണമെന്നാണ് അബ്ദുള്ള രാജാവ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായാണ് വിപുലീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയെന്ന് ധനമന്ത്രി ഇബ്രാഹിം അൽ അസ്സാഫ് അറിയിച്ചു. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 8 ലക്ഷം പേർക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. 2ഉം 3ഉം ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ 16 ലക്ഷം പേരെ പള്ളിക്ക് ഉൾക്കൊള്ളാനാകും. പ്രധാനമായും 2 തവണയാണ് ഇതിനു മുമ്പ് മസ്ജിദ് നബവിയിൽ വലിയ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. 1949-ൽ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്തായിരുന്നു ആദ്യത്തെ വിപുലീകരണം. 9 വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയായത്. ഈ വിപുലീകരണത്തിൽ പള്ളിക്ക് 4 കൂറ്റൻ മിനാരങ്ങൾ പണിതു. 1984-ൽ ഫഹദ് രാജാവ് തുടങ്ങിവെച്ച രണ്ടാമത്തെ വിപുലീകരണ പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. അന്ന് 6 മിനാരങ്ങൾ കൂടി നിർമ്മിച്ചതോടെ മിനാരങ്ങളുടെ എണ്ണം 10ആയി. നിലവിൽ മസ്ജിദ് നബവിയുടെ 1ാമത്തെ നിലയുടെ ചുറ്റളവ് 98,500 സ്ക്വയർ മീറ്ററാണ്. 1,67,000 പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കും. മുകളിൽ 67,000 സ്ക്വയർ മീറ്റർ സ്ഥലമാണുള്ളത്. ഇവിടെ 90,000 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. പള്ളിയുടെ മുറ്റം 2,35,000 സ്ക്വയർ മീറ്ററാണ്. 4,50,000 പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. അതായത് പ്രവാചകന്റെ പള്ളിയുടെ നിലവിലുള്ള ആകെ ചുറ്റളവ് 4,500,000 സ്ക്വയർ മീറ്ററാണ്. 7,07,000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമാണ് നിലവിൽ പള്ളിയിലുള്ളത്. ഇത് ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്ന വിപുലീകരണ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ജലീൽ കണ്ണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.